വെൽക്കം ടു O3 മാത്സ്. ഇറ്റ്സ് മീ നബീൽ. ടെക്സ്റ്റ് ബുക്കിൽ എക്സസൈസ് 3.2 ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മളിപ്പോൾ മെട്രിക്സിൻ്റെ ഓപ്പറേഷൻസ് അഡീഷനെ രണ്ട് മെട്രിക്സിനെ നമുക്ക് എങ്ങനെ ആഡ് ചെയ്യുക, സബ്ട്രാക്ട് ചെയ്യുക ആൻഡ് രണ്ട് ടൈപ്പ് മൾട്ടിപ്ലിക്കേഷൻ പഠിച്ചു അല്ലേ, സ്കെലാർ മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഒരു കോൺസെപ്റ്റ് ബേസ് ചെയ്തിട്ടുള്ള ഒരു എക്സസൈസ് ആണ് നമുക്ക് 3.2 എൻ്റയർ എക്സസൈസ് നമുക്ക് സോൾവ് ചെയ്യാനുള്ളത്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ നമുക്ക് നോക്കാം. ഇവിടെ എ എന്നുള്ളൊരു 2/2 സ്ക്വയർ മെട്രിക്സ് തന്നിട്ടുണ്ട്, ആൻഡ് ബി എന്നുള്ളൊരു മെട്രിക്സ് തന്നിട്ടുണ്ട്, ആൻഡ് സി. ഫൈൻഡ് ഈച്ച് ഓഫ് ദി ഫോളോയിങ്. താഴെ തന്നിട്ടുള്ള സബ് ക്വസ്റ്റ്യൻസ് ഓരോന്നും എന്ത് ചെയ്യാം, എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ എ പ്ലസ് ബി അല്ലേ, മെട്രിക്സ് അഡീഷൻ ആണ്. അപ്പോൾ നമുക്ക് എങ്ങനെ ചെയ്ത് നോക്കാം. എ പ്ലസ് ബി, ഹിയർ എ എന്നുള്ള മെട്രിക്സ് എന്താ, എ പ്ലസ് ബി ഈക്വൽ ടു, ഹിയർ എ ഈക്വൽ ടു 2 4 3 2 ആണ്. പ്ലസ് ബി എന്നുള്ള മെട്രിക്സ് എന്താ വരുന്നത്, 1 3 -2 5 ആണ്. ഇത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം കറസ്പോണ്ടിങ് എലമെൻറ്റ്സ് രണ്ട് മെട്രിക്സ് ആഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ രണ്ടും സെയിം ഓർഡറിലാവണം അല്ലേ. രണ്ടും സെയിം ഓർഡറിലുള്ള മെട്രിക്സ് 2/2 ഓർഡറിലുള്ള മെട്രിക്സ് തന്നെയാണ് നമുക്കിവിടെ കിട്ടിയത്. കറസ്പോണ്ടിങ് എലമെൻറ്റ്സ് തമ്മിൽ ആഡ് ചെയ്യാം. അപ്പോൾ എന്ത് വരും, നമുക്ക് ആൻസറും എന്ത് തന്നെയാണ്, ഒരു 2/2 ഓർഡറുള്ള മെട്രിക്സ് തന്നെയാണ് വരിക. 2 + 1 4 + 3 3 + -2 2 + 5 ഈക്വൽ ടു എങ്ങനെ വരും. 2 + 1 പറഞ്ഞാൽ 3 ആണ്, 4 + 3 7, 3 - 2 എന്ന് പറഞ്ഞാൽ 1 ആണ്, 2 + 5 എന്ന് പറഞ്ഞാൽ 7 ആണ്. ഇതാണ് നമുക്ക് എ പ്ലസ് ബിൻ്റെ സൊല്യൂഷൻ കിട്ടുക. ഇനി വാട്ട് ഈസ് എ മൈനസ് ബി. എ മൈനസ് ബി ഈക്വൽ ടു, എ എന്നുള്ള മെട്രിക്സ് നമുക്കറിയാം 2 4 3 2 ആണ്, മൈനസ് ഏത് വരും 1 3 -2 5 എന്ന് വരും. കറസ്പോണ്ടിങ് എലമെൻറ്റ്സ് തമ്മിൽ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ വരിക, 2 - 1 4 - 3 3 -2 അല്ലേ, ആൻഡ് 2 - 5 എന്ന് വരും. ഈക്വൽ ടു എന്ത് വരും, 2 - 1 എന്ന് പറഞ്ഞാൽ 1 ആണ്, 4 - 3 എന്ന് പറഞ്ഞാൽ 1 ആണ്, 3 -2 പറഞ്ഞാൽ 3 + 2 5 ആണ്, 2 - 5 എന്ന് പറഞ്ഞാൽ -3. ഇതാണ് ഇതിൻ്റെ ആൻസർ വരും. ഓക്കെ, ഇനി വാട്ട് ഈസ് 3a - c. 3a - c എന്ന് പറയുമ്പോൾ 3a - c എങ്ങനെ നമുക്ക് കാണാം. ആദ്യം എ എന്നുള്ള മെട്രിക്സിനെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം അല്ലേ. 2 4 3 2 ആണ് എ എന്നുള്ള മെട്രിക്സ്. ഇനി മൈനസ് സി എന്താണ്, സി നമുക്കിവിടെ കിട്ടിയത് -2 5 3 4 ആണ് സി വരുന്നത്. ഈക്വൽ ടു 3 ആദ്യം സ്കെലാർ ഇവിടെ ഒരു മൾട്ടിപ്ലിക്കേഷൻ വരുന്നുണ്ട് അല്ലേ. അപ്പോൾ എന്താ വരിക, 6 12 9 6 ഓക്കെ, മൈനസ് എന്ത് വരും, -2 5 3 4 ഈക്വൽ ടു എന്ത് വരും, കറസ്പോണ്ടിങ് എലമെൻറ്റ്സ് തമ്മിൽ നമ്മൾ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 6 - -2 എന്ന് പറയുമ്പോൾ 6 + 2 എന്ന് വരും, 8 വരും. 12 - 5 എന്ന് പറയുമ്പോൾ 7 വരും. 9 - 3 എന്ന് പറയുമ്പോൾ 6 വരും. 6 - 4 എന്ന് പറയുമ്പോൾ 2 വരും. ഇതാണ് നമ്മളെ 3a - c എന്നുള്ള മെട്രിക്സിൻ്റെ സൊല്യൂഷൻ. ഇനി നമുക്ക് നാലാമത്തെ സബ് ക്വസ്റ്റ്യൻ എ ബി ആണ് കാണാനുള്ളത് അല്ലേ. എന്താണ്, വാട്ട് ഈസ് എ ബി. എ ബി ഈക്വൽ ടു, എ എന്നുള്ള മെട്രിക്സ് 2 4 ആണ്, 3 2 ആണ്, ഇൻറ്റു ബി എന്നുള്ള മെട്രിക്സ് 1 3 ആണ്, -2 5 ആണ്. നമുക്കറിയാം മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ആണ് നമുക്കിവിടെ അപ്ലൈ ചെയ്യാനുള്ളത്. മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷനിൽ നമുക്കിവിടെ റോ ഇൻറ്റു കോളം, അതാണ് നമുക്കിവിടെ ചെയ്യാനുള്ളത്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണെന്നുള്ളത് നോക്കാം. റോ, ഫസ്റ്റ് മെട്രിക്സിൻ്റെ റോ, സെക്കൻഡ് മെട്രിക്സിൻ്റെ കോളം. 2 × 1 + 4 × -2 അല്ലേ. ഇനി അടുത്തത് 2 × 3 + 4 × 5 വരും. സെക്കൻഡ് റോ എങ്ങനെയാണ് ജനറേറ്റ് ചെയ്യുക, 3 × 3 ഉം 2 3 × 1 + 2 × -2. ഹിയർ 3 × 3 + 2 × 5 ഓക്കെ, ഈക്വൽ ടു നമുക്ക് എങ്ങനെ വരും, 2 × 1 പറഞ്ഞാൽ 2 ആണ്,
2 plus -8, 6 plus 20 and 3 plus -4, 9 plus 10 equal to 2 minus 8 എന്ന് പറഞ്ഞാൽ എന്താ വരിക? -6 വരും. 3 minus 4 പറഞ്ഞാൽ -1 വരും. ആൻഡ് 6 plus 20 പറഞ്ഞാൽ 26 വരും. ആൻഡ് 9 plus 10 19 വരും. ഓക്കെ, ഇതാണ് നമുക്ക് എ ബി എന്നുള്ള മെട്രിക്സ് ഫോം ചെയ്ത് വരുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഏതാണ്? അടുത്ത ക്വസ്റ്റ്യൻ നമ്മളോട് ലാസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മളോട് ചോദിച്ചത് ബി എ ആണ് അല്ലേ? 5th ക്വസ്റ്റ്യൻ ആയി ചോദിച്ചത് ബി എ ആണ്. അപ്പോൾ നമുക്ക് ബി എ ചെയ്ത് നോക്കാം. ഇയർ ബി എ ആണെങ്കിൽ ഈക്വൽ ടു ബി എ ആണെങ്കിൽ ബി എന്നുള്ള മെട്രിക്സ് ആണ് നമ്മൾ ആദ്യം എഴുതേണ്ടത്. ബി എന്നുള്ള മെട്രിക്സ് എന്താ? 1 3 -2 5 വരും. ആൻഡ് ഇൻറ്റു എ എന്നുള്ള മെട്രിക്സ് എന്താ? 2 4 3 2 എന്ന് വരും. ഇത് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ റോ കോളം ബേസിൽ നമ്മൾ ഇതിനെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 1 into 2 plus 3 into 3, 1 into 4 plus 3 into 2, -2 into 2 plus 5 into 3, -2 into 4 plus 5 into 2 ഈക്വൽ ടു എന്ത് വരും? 2 plus 9 അല്ലേ? 2 plus 9 ഫസ്റ്റ് എലമെൻറ്റ്, 4 plus 6 വരും, -4 plus 15 വരും, -8 plus 10 വരും. ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും? ഫസ്റ്റത്തെ എലമെൻറ്റ് 11 10, 15 - 4 എന്ന് പറഞ്ഞാൽ 11, 10 - 8 പറഞ്ഞാൽ 2. ഓക്കെ, ഇതാണ് നമുക്ക് ബി എ എന്നുള്ളൊരു മെട്രിക്സ് വരുന്നത്. ക്ലിയർ ആണല്ലോ? വീഡിയോ പോസ് ചെയ്തിട്ട് നോട്ട് ചെയ്യാം. എക്സസൈസ് 3.2 സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ്. നമുക്കിവിടെ 4 സബ് ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ഒരു 2/2 ഓർഡറുള്ള 2 മെട്രിക്സ് തന്നിട്ടുണ്ട് അല്ലേ? രണ്ടും പ്ലസ് ചെയ്യാനാണ്. അപ്പോൾ നമുക്ക് നോക്കാം ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണെന്നുള്ളത് നോക്കാം. ഇയർ കറസ്പോണ്ടിങ് എലമെൻറ്റ്സ് തമ്മിൽ പ്ലസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ വരിക? എ പ്ലസ് എ എന്നുള്ളതാണ് ഫസ്റ്റത്തെ ആൾ വരിക. എ പ്ലസ് എ, ബി പ്ലസ് ബി എന്ന് വരും, -b പ്ലസ് ബി എന്ന് വരും, എ പ്ലസ് എ എന്ന് വരും. ഈക്വൽ ടു നമുക്ക് എങ്ങനെ കിട്ടും? എ പ്ലസ് എ എന്ന് പറഞ്ഞാൽ എന്താ? എയും പ്ലസ് ചെയ്ത് കഴിഞ്ഞാൽ 2a എന്ന് വരും. ബി പ്ലസ് ബി എന്ന് പറഞ്ഞാൽ 2b എന്ന് വരും. ബി മൈനസ് ബി എന്ന് പറഞ്ഞാൽ 0 ആണ്. എ പ്ലസ് എ എന്ന് പറഞ്ഞാൽ 2a. അപ്പോൾ ഇതാണ് നമുക്ക് ഇതിനെ ഇനി നമുക്ക് കൂടുതലായിട്ട് സിംപ്ലിഫൈ ചെയ്യാനൊന്നുമില്ല. ഇതാണ് ഇതിൻ്റെ സൊല്യൂഷൻ വരുന്നത്. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താ? a² b², അതും 2 മെട്രിക്സ് തന്നിട്ടുണ്ട്. 2/2 ഓർഡറിലുള്ള 2 മെട്രിക്സിനെ തമ്മിൽ പ്ലസ് ചെയ്യാനാണ് അല്ലേ? നമുക്കൊന്ന് പ്ലസ് ചെയ്ത് നോക്കാം. കറസ്പോണ്ടിങ് എലമെൻറ്റ്സ് തമ്മിൽ പ്ലസ് ചെയ്ത് നോക്കാം. ഫസ്റ്റത്തെ എലമെൻറ്റ് ഇവിടെ വരുന്നത് a² പ്ലസ് b² ആണ്. കറസ്പോണ്ടിങ് അവിടെ നമുക്ക് പ്ലസ് ചെയ്യാനുള്ളത് പ്ലസ് 2ab ആണ്. ഇവിടെ b² പ്ലസ് c² ആണ്, പ്ലസ് 2bc ആണ്. സെക്കൻഡ് റോ ഫസ്റ്റ് എലമെൻറ്റ് വരുന്നത് a² പ്ലസ് c² പ്ലസ് -2ac ആണ്. ഹിയർ a² പ്ലസ് b² -2ab ആണ്. ഓക്കെ, എങ്ങനെ വരും? ഈക്വൽ ടു a² പ്ലസ് b² പ്ലസ് 2ab എന്ന് കാണുമ്പോൾ നമ്മളെ മനസ്സിലേക്ക് ആദ്യം ഓടി വരുന്നത് എന്താ? a പ്ലസ് ബി ഹോൾ സ്ക്വയറിൻ്റെ ഒരു എക്സ്പാൻഷൻ ഫോം ആണോ എന്നൊരു ഡൗട്ട് അല്ലേ? എന്താണ് a പ്ലസ് ബി ഹോൾ സ്ക്വയറിൻ്റെ എക്സ്പാൻഷൻ ഫോം വരുന്നത്? a പ്ലസ് ബി ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 2 ആളുകൾക്കും സ്ക്വയർ ഉണ്ടാവും അല്ലേ? പ്ലസ് പിന്നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് 2 ആളും മൾട്ടിപ്ലൈ ചെയ്യും. ഓക്കെ, അത് തന്നെയല്ലേ ഇവിടെ വരുന്നത്? a² b² പ്ലസ് 2ab. ഈ 2abൻ്റെ സൈൻ എന്താണ്? മൈനസ് ആണെങ്കിൽ നമ്മൾ a മൈനസ് ബി ഹോൾ സ്ക്വയർ പറയും, പ്ലസ് ആണെങ്കിൽ a പ്ലസ് ബി ഹോൾ സ്ക്വയർ എന്ന് പറയും. ക്ലിയർ ആണല്ലോ? അപ്പോൾ ആ ഒരു ബേസിൽ നമുക്ക് ഇതിന് എന്ത് ചെയ്യുക? ഒന്നും കൂടി ഒന്ന് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ എന്താ വരിക എന്നുള്ളത് നോക്കാം. അപ്പോൾ ഫസ്റ്റ് ടേം എന്ത് വരും? a പ്ലസ് ബി ഹോൾ സ്ക്വയർ എന്നുള്ളത് വരും. രണ്ടാമത്തെ ബിയും സിയും ആണ് അല്ലേ? അപ്പോൾ നമുക്ക് അവിടെ എന്ത് എഴുതാം? ബി പ്ലസ് സി ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. ഓക്കെ, ബി പ്ലസ് സി ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. ഇനി സെക്കൻഡ് റോയിൽ ഫസ്റ്റ് ടേം നോക്കുക. ഫസ്റ്റ് ടേമിൽ -2ac മൈനസ് ആണ്. അപ്പോൾ എന്താ വരിക? എയും സി ആണ് 2 ആൾക്കാർ വരുന്നത്. അപ്പോൾ a മൈനസ് സി ഹോൾ സ്ക്വയറിൻ്റെ എക്സ്പാൻഷൻ ആണത്. പിന്നെ എയും ലാസ്റ്റ് ടേം എയും ബിയും ആണ്, പക്ഷേ അവിടെ മൈനസ് ആണ് 2ab. അപ്പോൾ എന്ത് വരും? a മൈനസ് ബി ഹോൾ സ്ക്വയർ എന്ന് വരും. ഇതാണ് നമ്മളിവിടെ ഫോം ചെയ്ത് വരുന്ന മെട്രിക്സ്. ക്ലിയർ ആണല്ലോ? ഇനി നമ്മൾ മൂന്നാമത്തെ ആൾ
മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താ, രണ്ട് 3/3 ഓർഡറുള്ള മെട്രിക്സ് തന്നിട്ടുണ്ട് അല്ലേ. 3/3 ഓർഡറുള്ള മെട്രിക്സ് തന്നിട്ടുണ്ട്. കറസ്പോണ്ടിങ് എലമെൻറ്റ്സ് തമ്മിൽ പ്ലസ് ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റത്തെ ആൾ -1 + 12 എന്ന് വരും, 4 + 7 എന്ന് വരും, -6 + 6 എന്ന് വരും, 8 + 8, 5 + 0, 16 + 5 വരും, 2 + 3 വരും, 8 + 2 വരും, 5 + 4. ഓക്കെ, ഈക്വൽ ടു എന്ത് വരും, -1 + 12 പറഞ്ഞാൽ 11 വരും ഫസ്റ്റ് എലമെൻറ്റ് അല്ലേ. 11 ആണ് ഫസ്റ്റ് എലമെൻറ്റ് വരിക. 4 + 7 എന്ന് പറഞ്ഞാൽ 11 ആണ്. 6 - 6 എന്താവും, 0 ആയിട്ട് പോവും. 8 + 8 എന്താ, 16 ആണ്. 5 + 0 5 ആണ്. 16 + 5 21 ആണ്. 2 + 3 5 ആണ്. 8 + 2 10 ആണ്. ആൻഡ് 5 + 4 9. ഓക്കെ, ഇതാണ് നമുക്കത് രണ്ട് മെട്രിക്സിനെ ആഡ് ചെയ്താൽ നമുക്ക് ഫോം ചെയ്ത് വരാം. ഓക്കെ, ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ലാസ്റ്റ് ക്വസ്റ്റ്യന് ഫങ്ഷൻസ് ആണ് അതിൽ വരുന്നത് അല്ലേ. ഏത്, നമ്മൾ ട്രിഗണോമെട്രിക് ഫങ്ഷൻസ് ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ട്രിഗണോമെട്രിക് ഐഡൻറ്റിറ്റീസ് ഒന്ന് നോക്കേണ്ടി വരും. നോക്കാം എന്താണ് ഫോം ചെയ്ത് വരുന്നത് നോക്കാം. ഫോർത്ത് ക്വസ്റ്റ്യൻ നമുക്ക് കറസ്പോണ്ടിങ് എലമെൻസിനെ പ്ലസ് ചെയ്ത് കഴിഞ്ഞാൽ cos² x + sin² x ആണ്. ഇവിടെ sin² x + cos² x ആണ്. ഓക്കെ, sin² x + cos² x ആണ്. ഇനി അടുത്ത് വരുന്നത് cos² x + sin² x ആണ്. ട്രിഗണോമെട്രിയിൽ നമ്മൾ 10th ഒക്കെ പഠിച്ച ഒരു ഐഡൻറ്റിറ്റിയാണ് sin² x + cos² x = 1 എന്നുള്ളത് അല്ലേ. sin² x + cos² x = 1 എന്നുള്ളത് നമ്മൾ +1 ഒരുപാട് ചാപ്റ്ററിലൊക്കെ നമ്മൾ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇത് sin² x + cos² x എന്നാണെങ്കിലും cos² x + sin² x ആണെങ്കിലും വാല്യൂ എന്ത് തന്നെയാണ് വരിക, 1 തന്നെയാണ് വരിക. അപ്പോൾ നമുക്ക് അതിൻ്റെ ബേസിൽ ഇതിനൊന്ന് സിംപ്ലിഫൈ ചെയ്താൽ cos² x + sin² x 1 ആണ്. sin² x + cos² x എന്ത് തന്നെയാണ്, 1 തന്നെയാണ്. sin² x + cos² x 1 cos². അപ്പോൾ നമുക്ക് ഫൈനൽ മെട്രിക്സ് വരിക ഒരു 2/2 ഓർഡറുള്ള 1 1 1 1 എന്നുള്ള ഒരു മെട്രിക്സ് ആണ് വരിക. ക്ലിയർ ആണല്ലോ. എക്സസൈസ് 3.2 തേർഡ് ക്വസ്റ്റ്യൻ ആണ്. കമ്പ്യൂട്ട് ദി ഇൻഡിക്കേറ്റഡ് പ്രൊഡക്ട്സ്. നമുക്ക് രണ്ട് മെട്രിക്സ് തന്നിട്ടുണ്ട് അല്ലേ. 2/2 ഓർഡറുള്ള രണ്ട് മെട്രിക്സ് തന്നിട്ടുണ്ട്. ഫസ്റ്റത്തെ മെട്രിക്സിൻ്റെ ഓർഡർ 2/2 ആണ്. സെക്കൻഡ് മെട്രിക്സിൻ്റെ ഓർഡർ എന്ത് തന്നെയാണ്, 2/2 ആണ്. അത് മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ആണ് നമുക്കിവിടെ അപ്ലൈ ചെയ്യാനുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യാന്നുള്ളത്. ഫസ്റ്റ് AB - B A എന്നുള്ളതാണ് ഫസ്റ്റത്തെ മെട്രിക്സ്. ഇൻറ്റു ഏത് വരും, A - B B A എന്ന് വരും. ഈക്വൽ ടു A × A, റോ കോളം ബേസിലാണ് നമ്മൾ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ്റെ റൂൾ അല്ലേ. അപ്പോൾ ഫസ്റ്റ് മെട്രിക്സിൻ്റെ റോ ഇൻറ്റു സെക്കൻഡ് മെട്രിക്സിൻ്റെ കോളം. അപ്പോൾ ഫസ്റ്റ് മെട്രിക്സിൻ്റെ റോ ഫസ്റ്റ് എലമെൻറ്റ് A × A + B × B എന്ന് വരും. ഓക്കെ, ഇനി അടുത്തത് A × - B + B × A എന്ന് വരും. ഇവിടെ -B × A + A × B എന്ന് വരും. -B × -B × -B + A × A എന്ന് വരും. ഇതിനെ സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ A × A എന്ന് പറഞ്ഞാൽ എന്താ, 2A ആണോ A² ആണോ. A × A എന്ന് പറഞ്ഞാൽ A² ആണ്. ചില ആളുകൾക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ട് അല്ലേ. A × A യും A + A യും. A × A എന്ന് പറഞ്ഞാൽ A² ആണ്. നേരെ മറിച്ച് A + A എന്ന് പറഞ്ഞാൽ എന്താ, 2A ആണ്. ഓക്കെ, ഇനി ഡൗട്ട് ഇല്ല കേട്ടോ. ഓക്കെ, അപ്പോൾ A × A എന്ന് പറഞ്ഞാൽ A² + B² എന്ന് വരും. ഇവിടെ -AB + AB എന്ന് വരും. ഇവിടെ -AB + AB എന്ന് വരും. ഇവിടെ -B × -B പറഞ്ഞാൽ എന്താ, B² ആണ്. B² + A² എന്ന് വരും. ഇനി നമുക്കൊന്നും കൂടി ഒന്ന് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് ടേമിന് പ്രത്യേകിച്ച് ചേഞ്ച് ഒന്നുമില്ല, A² + B² ആണ്. -AB യും +AB എന്താവും, ക്യാൻസൽ ചെയ്ത് പോകും അല്ലേ. അപ്പോൾ അവിടെ എന്താ വരിക, 0 വരും. ഇവിടെ -AB യും +AB ക്യാൻസൽ ചെയ്ത് പോയി, അവിടെ 0 വരും. ഇവിടെ B² + A². ഇതാണ് നമുക്ക് ഇതിൻ്റെ മൾട്ടിപ്ലൈഡ് ഫോം. ക്ലിയർ ആണല്ലോ. വീഡിയോ പോസ് ചെയ്തിട്ട് നോട്ട് ചെയ്യാം. എക്സസൈസ് 3.2 തേർഡ് ക്വസ്റ്റ്യൻ ആണ്. നമുക്കിവിടെ രണ്ട് മെട്രിക്സ് തന്നിട്ടുണ്ട്, അതിനെ കമ്പ്യൂട്ട് ചെയ്യാനാണ്.
വാല്യൂ കണ്ടുപിടിക്കാനാണ്, സോറി അതിനെ സോൾവ് ചെയ്യാനാണ്. കട്ട്. എക്സസൈസ് 3.3 തേർഡ് ക്വസ്റ്റ്യൻ ആണ്. കമ്പ്യൂട്ട് ദി ഇൻഡിക്കേറ്റഡ് പ്രൊഡക്ട്സ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ 1 2 3 എന്നുള്ളൊരു കോളം മെട്രിക്സും 2 3 4 എന്നുള്ള റോ മെട്രിക്സും തമ്മിൽ എന്ത് ചെയ്യണം? മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, ഇത് മൾട്ടിപ്ലിക്കേഷൻ പോസിബിൾ ആണ്. നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. 1 2 3 എന്നുള്ളൊരു കോളം മെട്രിക്സ് ഉണ്ട്, 2 3 4 എന്നുള്ള ഒരു റോ മെട്രിക്സ് ഉണ്ട്. ഈ ഫസ്റ്റത്തെ കോളം മെട്രിക്സിൻ്റെ ഓർഡർ എന്താണ്? 3/1 ആണല്ലേ. 3 റോസും ഒരു കോളം മാത്രമേ ഫസ്റ്റത്തെ മെട്രിക്സിനുള്ളൂ. രണ്ടാമത്തെ മെട്രിക്സിൻ്റെ ഓർഡർ എന്താണ്? ഒറ്റ റോ മാത്രമേ ഉള്ളൂ അല്ലേ. ഒരു റോയും 3 കോളും ഉണ്ട്, 1/3. ഓക്കെ, അപ്പോൾ ഈ രണ്ട് നമ്പർ സെയിം ആയതുകൊണ്ട് നമുക്ക് മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ എന്താണ് ഇവിടെ പോസിബിൾ ആണ്. നമ്മൾ കിട്ടുന്ന ഔട്ട്പുട്ട് ഇതിൻ്റെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഒരു മെട്രിക്സിൻ്റെ ഓർഡർ എന്താ വരിക? 3/3 ആണ് വരിക അല്ലേ. അതാണ് നമുക്ക് ഇവിടെ തന്നിട്ടുള്ളത്. ഇതാണ് നമ്മൾ ഔട്ട്പുട്ട് മെട്രിക്സിൻ്റെ ഓർഡർ വരിക 3/3. അപ്പോൾ ഒന്ന് നോക്കാം. 3/3 ഓർഡറുള്ള ഒരു മെട്രിക്സിനെ റോ കോളം മൾട്ടിപ്ലിക്കേഷൻ പോസിബിൾ ആണെന്നുള്ളത് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, ആദ്യം ഫസ്റ്റ് റോ ഫസ്റ്റ് എലമെൻറ്റ് 1 × 2 പ്ലസ് ഇവിടെ 1 × 2 എന്നുള്ള ടേം മാത്രം കട്ട് ചെയ്യട്ടോ. 1 × 2 ഇതാണ് ഫസ്റ്റത്തെ എലമെൻറ്റ് വരിക അല്ലേ. ഫസ്റ്റ് റോ എന്ന് പറയുന്നത്, ഫസ്റ്റ് മെട്രിക്സിലെ റോ എന്ന് പറയുന്നത് 1 മാത്രമേ ഉള്ളൂ. ഫസ്റ്റ് കോളം രണ്ടാമത്തെ മെട്രിക്സിൽ ഫസ്റ്റ് കോളത്തിൽ ആരും മാത്രമേ ഉള്ളൂ? 2 മാത്രമേ ഉള്ളൂ അല്ലേ. ഇനി ഇവിടെ അടുത്ത ആര് വരും? 1 × 3 എന്ന് വരും, 1 × 4 എന്ന് വരും. ഓക്കെ, രണ്ടാമത്തെ റോ എങ്ങനെ വരും? 2 × 2 ആൻഡ് 2 × 3, 2 × 4, 3 × 2, 3 × 3, 3 × 4. ഇതാണ് നമുക്ക് കിട്ടുന്ന 3/3 ഓർഡറുള്ള മെട്രിക്സ്. ഇതിനെ ഒന്ന് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ 2 3 4 4 2 6 ആണ്, 8 6 9 12. ഓക്കെ, ഇതാണ് നമ്മളെ ഔട്ട്പുട്ട് വരുന്ന 3/3 ഓർഡറുള്ള മെട്രിക്സ്. ഓക്കെ, ക്ലിയർ ആണല്ലോ? വീഡിയോ പോസ് ചെയ്തിട്ട് നോട്ട് ചെയ്യാം. എക്സസൈസ് 3.2 തേർഡ് ക്വസ്റ്റ്യനിൽ മൂന്നാമത്തെ സബ് ക്വസ്റ്റ്യൻ ആണ്. കമ്പ്യൂട്ട് ദി ഇൻഡിക്കേറ്റഡ് പ്രൊഡക്ട്സ്. രണ്ട് മെട്രിക്സ് തന്നിട്ടുണ്ട്, അതിനെ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യണം. എന്താണ് ഫസ്റ്റ് മെട്രിക്സ്? എന്താണ്? 1 - 2 2 3 എന്ന് പറയുന്ന ഒരു 2/2 ഓർഡറുള്ള മെട്രിക്സ് ആണല്ലേ. രണ്ടാമത്തെ മെട്രിക്സ് എന്താണ്? 1 2 3 2 3 1 എന്ന് പറയുന്ന ഇതൊരു 2/2 ഓർഡറുള്ള മെട്രിക്സ് ആണ്. രണ്ടാമത്തേതാണെങ്കിലോ 2 റോ മാത്രമേ ഉള്ളൂ അല്ലേ, 2/3 ഓർഡറുള്ള മെട്രിക്സ് ആണ്. ഈ രണ്ട് നമ്പർ ഈക്വൽ ആയതുകൊണ്ട് നമുക്ക് മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ഇവിടെ പോസിബിൾ ആണ്. അപ്പോൾ നമുക്ക് റോ കോളം ബേസിൽ ഒന്ന് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. 1 × 1 ഫസ്റ്റ് റോയിൽ ഇവിടെയുള്ള 1 -2 ആണ്, പ്ലസ് -2 × 2 എന്ന് വരും അല്ലേ. ഇനി 1 × 2 പ്ലസ് -2 × 3 എന്ന് വരും. 1 × 3 പ്ലസ് -2 × 1 എന്ന് വരും. ഓക്കെ, ഇനി സെക്കൻഡ് റോ വരിക 2 × 1 പ്ലസ് 3 × 2 എന്ന് വരും. 2 × 2 പ്ലസ് 3 × 3 എന്ന് വരും. 2 × 3 പ്ലസ് 3 × 1 എന്ന് വരും. ഓക്കെ, ലാസ്റ്റ് നമുക്കൊരു 2/3 ഓർഡറുള്ള മെട്രിക്സ് ആണ് ഇവിടെ വരിക. 2/3 2 റോ 3 കോളം ഉള്ളത്. ഇനി ഒന്ന് സിംപ്ലിഫൈ ചെയ്യുക. ഫസ്റ്റത്തെ 1 × 1 1 വരും, -2 × 2 4 വരും, 2 - 6 വരും, 3 - 2 വരും, 2 + 6 വരും, 4 + 9 വരും, 6 + 3 എന്ന് വരും. ഇതിനെ 1 - 4 എന്ന് പറഞ്ഞാൽ എത്ര? -3 ആണ് അല്ലേ. 2 - 6 പറഞ്ഞാൽ -4 ആണ്. 3 - 2 എന്ന് പറഞ്ഞാൽ 1 ആണ്. 2 + 6 പറഞ്ഞാൽ 8 ആണ്. 4 + 9 എന്ന് പറഞ്ഞാൽ 13 ആണ്. ആൻഡ് 6 + 3 എന്ന് പറഞ്ഞാൽ 9. ഇതാണ് നമ്മളെ പ്രൊഡക്റ്റ് വരുന്ന മെട്രിക്സ്. ക്ലിയർ ആണല്ലോ? വീഡിയോ പോസ് ചെയ്തിട്ട് നോട്ട്.
എക്സസൈസ് 3.2 തേർഡ് ക്വസ്റ്റ്യൻ ആണ്. കമ്പ്യൂട്ട് ദി ഇൻഡിക്കേറ്റഡ് പ്രൊഡക്റ്റ് ഫോർത്ത് സബ് ക്വസ്റ്റ്യൻ ആണ് വരുന്നത്. രണ്ട് 3/3 ഓർഡറുള്ള മെട്രിക്സ് തന്നിട്ടുണ്ട് അല്ലേ. അതിൻ്റെ പ്രൊഡക്റ്റ് കാണാനാണ് ചോദിച്ചത്. ഏതൊക്കെയാണ് നമ്മൾ തന്ന മെട്രിക്സ്? ആദ്യത്തേത് 2 3 4 ആണ്. 3 4 5 4 5 6 ഇൻറ്റു 1 -3 5 ആണ്. 0 2 4 ആണ്. 3 0 5 ആണ്. ഈക്വൽ ടു നമുക്ക് എങ്ങനെ, രണ്ടും 3/3 ഓർഡറുള്ള മെട്രിക്സ് ആണല്ലേ. അപ്പോൾ നമ്മൾ ഔട്ട്പുട്ട് എന്ത് തന്നെ വരിക? 3/3 ഓർഡറുള്ള മെട്രിക്സ് തന്നെ വരിക. അപ്പോൾ നമുക്കതിന് കറസ്പോണ്ടിങ് എലമെൻസിനെ റോ കോളം ബേസിൽ ഒന്ന് മൾട്ടിപ്ലൈ ചെയ്ത് പ്ലസ് ചെയ്യുക. 2 × 1 + 3 × 0 + 4 × 3 ആണ് ഫസ്റ്റ് എലമെൻറ്റ് വരിക അല്ലേ. രണ്ടാമത്തത് റോ, ഫസ്റ്റ് റോൻ്റെ തന്നെ 2 × -3 വരും, പ്ലസ് 3 × 2 വരും, പ്ലസ് 4 × 0 വരും. ഓക്കെ. തേർഡ് എലമെൻറ്റ് വരിക 2 × 5 + 3 × 4 + 4 × 5. ഓക്കെ. ഇനി സെക്കൻഡ് റോ വരുമ്പോൾ നമ്മളൊന്ന് നോക്കിയാൽ മതി. ഈ 3 4 5 ആണ് ഇവിടെ സെക്കൻഡ് റോ വരുന്നത് അല്ലേ. ആ 3 4 5 മുകളിലുള്ള 2 3 4നെ റീപ്ലേസ് ചെയ്താൽ മതി. അപ്പോൾ 2ക്ക് പകരം 3 കൊടുക്കുക, 3ക്ക് പകരം 4 കൊടുക്കുക, 4ക്ക് പകരം എന്ത് ചെയ്യുക 5 കൊടുക്കുക. ഇത്രേ ചെയ്താൽ മതി. അപ്പോൾ 3 4 5 ആണ്. അപ്പോൾ 3 × 1 + 4 × 0 + 5 × 3 എന്ന് വരും. 3 × -3 + 4 × 2 + 5 × 0 എന്ന് വരും. ഇനി 3 × 5 + 4 × 4 + 5 × 5 എന്ന് വരും. ഇനി ലാസ്റ്റ് റോ. അപ്പോൾ ഇനി അടുത്ത റോയിൽ 3ക്ക് പകരം 4 കൊടുക്കുക, 4ന് പകരം 5 കൊടുക്കുക, 5ന് പകരം 6 കൊടുക്കുക. 4 5 6. 4 × 1 + 5 × 0 + 6 × 3, 4 × -3 + 5 × 2 + 6 × 0, 4 × 5 + 5 × 4 + 6 × 5. ഓക്കെ. ഇനി ഒന്നുകൂടി ഒന്ന് സിംപ്ലിഫൈ ചെയ്യാം. 2 × 2 പറഞ്ഞാൽ 2 + 0 + 12 വരും. 2 - 3 പറഞ്ഞാൽ -6 + 6 + 0 എന്ന് വരും. 2 × 5 10 ആണ്. + 12 + 20. ഇനി 3 + 0 + 15 വരും. -9 + 8 + 0 വരും. 15 + 16 + 25 വരും. 4 + 0 + 18 വരും. -12 + 10 + 0, 20 + 20 + 30. ഓക്കെ. ലാസ്റ്റ് ഫോമിൽ വരിക 2 + 12 ആണ് അവിടെ. അപ്പോൾ 14 വരും. -6 + 6 0 വരും. 10 + 20 30, 30 + 12 42 വരും. 3 + 15 18 വരും. 9 -9 8 -1 വരും. 15 16 25 എന്ന് പറയുമ്പോൾ 56 വരും. 4 18 എന്ന് പറയുമ്പോൾ 22 വരും. -12 10 -2 വരും. 20 40 40 + 30 70 വരും. ഇതാണ് നമുക്ക് ഇതിൻ്റെ പ്രൊഡക്റ്റിൽ വരുന്ന 3/3 ഓർഡറുള്ള ഔട്ട്പുട്ട് മെട്രിക്സ്. ക്ലിയർ ആണല്ലോ. വീഡിയോ പോസ് ചെയ്യുക, നോട്ട് ചെയ്യാം. എക്സസൈസ് 3.2 തേർഡ് ക്വസ്റ്റ്യൻ, അടുത്ത സബ് ക്വസ്റ്റ്യൻ ആണ്. പ്രൊഡക്റ്റ് കാണാൻ തന്നെയാണ്. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ എന്താണ്? ഇവിടെ രണ്ട് മെട്രിക്സ് തന്നിട്ടുണ്ട്. ഏതൊക്കെയാണ്? 2 1 3 2 -1 1 ഇൻറ്റു 1 0 1ഉം -1 2 1. മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ആദ്യത്തെ മെട്രിക്സ് എന്നുള്ളൊരു 3/2 ഓർഡറുള്ള മെട്രിക്സ് ആണല്ലേ. 3 റോസും 2 കോളംസും ഉണ്ട്. രണ്ടാമത്തെ മെട്രിക്സിൽ നമുക്ക് 2 റോസും 3 2/3 ഓർഡറുള്ള മെട്രിക്സ് ആണ്. അപ്പോൾ ഈ 2 2 സെയിം ആണ്. നമുക്കിവിടെ ഔട്ട്പുട്ട് വരുന്ന മെട്രിക്സിൻ്റെ ഓർഡർ എന്ന് പറഞ്ഞാൽ 3/3 ആണ് നമുക്കിവിടെ ഔട്ട്പുട്ട് വരിക. ഓക്കെ. അപ്പോൾ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. റോ കോളം ബേസിൽ മൾട്ടിപ്ലൈ ചെയ്തിട്ട് നമുക്ക് പ്ലസ് ചെയ്ത് നോക്കാം.
ഫസ്റ്റ് എലമെൻറ്റ് വരിക 2 × 1 പ്ലസ് 1 × -1 വരും. 2 × 0 പ്ലസ് 1 × 2 എന്ന് വരും. 2 × 1 പ്ലസ് 1 × 1 എന്ന് വരും. അടുത്തത് ആ 2നെ 1നെ റീപ്ലേസ് ചെയ്ത് 3 കൊടുക്കുക അല്ലേ. 3 × 1 പ്ലസ് 2 × -1, 3 × 0 പ്ലസ് 2 × 2, 3 × 1 പ്ലസ് 2 × 1 എന്ന് വരും. 2നെ റീപ്ലേസ് ചെയ്ത് -1 1 കൊടുക്കുക. -1 × 1 പ്ലസ് 1 × -1, -1 × 0 പ്ലസ് 1 × 2, -1 × 1 പ്ലസ് 1 × 2, 1 × 1. സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ 2 -1 എന്ന് വരും. 0 പ്ലസ് 2 എന്ന് വരും. 2 പ്ലസ് 1 എന്ന് വരും. 3 -2 എന്ന് വരും. 0 പ്ലസ് 4 എന്ന് വരും. 3 പ്ലസ് 2 എന്ന് വരും. -1 എന്ന് വരും. 0 പ്ലസ് 2 എന്ന് വരും. -1 പ്ലസ് 1 എന്ന് വരും. നമുക്കതിൻ്റെ ലാസ്റ്റ് ആൻസർ വരിക 2 - 1 എന്ന് പറഞ്ഞാൽ 1 ആണ്. 0 പ്ലസ് 2 പറഞ്ഞാൽ 2, 3 വരും. 3 - 2 1 ആണ്. 0 പ്ലസ് 4 5 വരും. രണ്ടും കൂടി പ്ലസ് ചെയ്യുക മൈനസ് ചെയ്യുക, അപ്പോൾ -2 വരും, 2 വരും ആൻഡ് 0. ഇതാണ് നമുക്ക് അതിൻ്റെ ഔട്ട്പുട്ടായിട്ട് മെട്രിക്സ് വരുന്നത്. വീഡിയോ പോസ് ചെയ്തിട്ട് നോട്ട്. എക്സസൈസ് 3.2 തേർഡ് ക്വസ്റ്റ്യനിൽ അടുത്ത സബ് ക്വസ്റ്റ്യൻ 6th വൺ, കമ്പ്യൂട്ട് ദി ഇൻഡിക്കേറ്റഡ് പ്രൊഡക്ട്സ്. നമുക്കിവിടെ 2 മെട്രിക്സ് തന്നിട്ടുണ്ട്. ഏതൊക്കെയാണ്? 3 - 1 3, -1 0 2 ആണ്. ഇൻറ്റു ഏത് വരും? 2 1 3, -3 0 1. ആദ്യത്തെ മെട്രിക്സ് നമുക്ക് ഇതിൻ്റെ ഓർഡർ എന്താ വരുന്നത്? 2/3 ആണ് ഫസ്റ്റ് മെട്രിക്സിൻ്റെ ഓർഡർ വരുന്നത്. 2 റോസും 3 കോളംസും അല്ലേ. രണ്ടാമത്തെ മെട്രിക്സിൻ്റെ 3 റോസും 2 കോളംസ് 3/3. അപ്പോൾ ഈ 2 നമ്പർ സെയിം ആണ്. നമുക്ക് എന്താണ് ഔട്ട്പുട്ട് മെട്രിക്സ് എന്നുള്ളത് നോക്കാം. റോ കോളം ബേസിൽ മൾട്ടിപ്ലൈ ചെയ്തിട്ട് നമുക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് റോ ഫസ്റ്റ് എലമെൻറ്റ് 3 × 2 പ്ലസ് -1 × 1 പ്ലസ് 3 × 3 എന്ന് വരും. 3 × -3 പ്ലസ് -1 × 0 പ്ലസ് 3 × 1 എന്ന് വരും. ഇനി രണ്ടാമത്തെ -1 × 2 പ്ലസ് 0 × 1 പ്ലസ് 2 × 3, -1 × -3 പ്ലസ് 0 × 0 പ്ലസ് 2 × 3 എന്ന് വരും. ഓക്കെ, നമുക്ക് ഔട്ട്പുട്ട് വരിക ഒരു 2/2 ഓർഡറുള്ള ഒരു മെട്രിക്സ് ആണ്. ഈക്വൽ ടു സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ എന്താ വരിക? 3 × 2 6 ആണ്. 6 - 1 പ്ലസ് 9 എന്ന് വരും. -9 പ്ലസ് 0 പ്ലസ് 3 എന്ന് വരും. -2 പ്ലസ് 0 പ്ലസ് 6 എന്ന് വരും. 3 പ്ലസ് 0 പ്ലസ് 6 എന്ന് വരും. ഇതിൻ്റെ ഔട്ട്പുട്ട് നമുക്ക് വരിക 6 - 5 പ്ലസ് 9 എന്ന് പറഞ്ഞാൽ 14 ആണ്. -9 പ്ലസ് 3 എന്ന് പറഞ്ഞാൽ -6 ആണ്. 6 - 2 എന്ന് പറഞ്ഞാൽ 4 ആണ്. ഇവിടെ 1 ആണ് വരിക. ഇവിടെ 1 2 × 1 എന്നാണ് വരിക. ലാസ്റ്റത്തെ ആൾ 2 × 1. അപ്പോൾ എന്താ വരിക? ഇവിടെ 6 അല്ല 2 ആണ് വരിക. ഓക്കെ, അപ്പോൾ 3 + 2 5. ഫൈനൽ ആൻസർ 5 വരും. ക്ലിയർ ആണല്ലോ? വീഡിയോ പോസ് ചെയ്തിട്ട് നോട്ട് ചെയ്യാം. എക്സസൈസ് 3.2 4th ക്വസ്റ്റ്യൻ ആണ്. ഇഫ് എ എന്നുള്ളൊരു മെട്രിക്സ് 3/3 ഓർഡറുള്ള ഒരു മെട്രിക്സ് തന്നിട്ടുണ്ട്. ബി എന്നുള്ളൊരു 3/3 ആൻഡ് സി. കമ്പ്യൂട്ട് എ പ്ലസ് ബി ആൻഡ് ബി പ്ലസ് സി. ആദ്യം നമുക്ക് എ പ്ലസ് ബിയും ബി മൈനസ് സിയും എന്താണെന്നുള്ളത് കാണണം. എന്നിട്ട് നമ്മൾ വെരിഫൈ ഈ ഒരു റിലേഷൻ അത് ഈക്വൽ ആണോ എന്നുള്ളത് ഒന്ന് വെരിഫൈ ചെയ്ത് നോക്കണം. അപ്പോൾ ആദ്യം നമുക്കിവിടെ കാണാനുള്ളത് എ പ്ലസ് ബി ആണ്. എന്താണ് ഇവിടെ എ പ്ലസ് ബി വരിക? എ പ്ലസ് ബി എന്ന് പറഞ്ഞാൽ എ എന്നുള്ളൊരു മെട്രിക്സ് ഉണ്ട് അല്ലേ. 1 2 -3 ആണ്. 5 0 2 ആണ്. 1 -1 1 ആണ്. പ്ലസ് ബി എന്നുള്ള മെട്രിക്സ് എന്താ വരുന്നത്? 3 -1 2 ആണ്. 4 2 5 ആണ്. 2 0 ആൻഡ് 3 ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പ്ലസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ വരിക? കറസ്പോണ്ടിങ് എലമെൻറ്റ്സ് തമ്മിൽ പ്ലസ് ചെയ്യുക. അപ്പോൾ എന്ത് 1 + 3 = 4 വരും.
2 മൈനസ് 1 എന്ന് പറഞ്ഞാൽ 1 വരും. -3 + 2 എന്ന് പറഞ്ഞാൽ -1 വരും. 5 + 4 9 ആണ്. 0 + 2 2 ആണ്. 2 + 5 7 ആണ്. ഓക്കെ, ലാസ്റ്റ് 1 + 2 3 ആണ്. -1 -1 തന്നെ വരും. 1 + 3 പറഞ്ഞാൽ 4 വരും. ഓക്കെ, ഇതാണ് നമുക്ക് a + b എന്നുള്ള ഫോമിൽ വരുന്നത്. ഇനി അടുത്ത് നമ്മളോട് കാണാൻ പറഞ്ഞത് b - c ആണ് അല്ലേ. b - c എന്താണെന്നുള്ളത് നോക്കാം. ഇയർ b = b എന്നുള്ള മെട്രിക്സ് എന്താ? 3 - 1 2 ആണ്. 4 2 5 2 0 3. ഓക്കെ, മൈനസ് c എന്നുള്ള മെട്രിക്സ് 4 1 2 0 3 2 1 -2 3. എലമെൻറ്റ്സ് നമ്മൾ ഓരോ കറസ്പോണ്ടിങ് എലമെൻറ്റ്സ് സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്താ വരിക? 3 - 4 എന്ന് പറഞ്ഞാൽ -1 വരും. ഫസ്റ്റത്തെ ആൾ -1 വരും. ഓക്കെ, ഇനി അടുത്ത ആൾ -1 -1 എന്ന് പറഞ്ഞാൽ എന്താ? -2 എന്ന് വരും. ഓക്കെ, ഇനി അടുത്ത ആൾ 2 - 2 പറഞ്ഞാൽ 0 വരും. 4 - 0 എന്ന് പറഞ്ഞാൽ 4 തന്നെ. 2 - 3 എന്ന് പറഞ്ഞാൽ -1 വരും. 5 - 2 പറഞ്ഞാൽ 3 വരും. 2 - 1 എന്ന് പറഞ്ഞാൽ 1. 0 -2 പറയുമ്പോൾ 2 + 2 എന്ന് വരും. 3 - 3 പറഞ്ഞാൽ 0 വരും. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്ക് b - c വന്നത്. ഇനി നമുക്കിവിടെ വെരിഫൈ ചെയ്യണം. എന്താ വെരിഫൈ ചെയ്യാനുള്ളത്? നമുക്കിവിടെ വെരിഫൈ ചെയ്യാനുള്ളത് a + b - c ഈക്വലാണ് a + b - cക്ക് ഈക്വലാണ് എന്നുള്ളത് നമുക്ക് കാണണം. ഓക്കെ, ഇവിടെ നമുക്ക് ഇതിൻ്റെ LHSൽ തന്നിട്ട് ആദ്യം LHS ഒന്ന് കൺസിഡർ ചെയ്യുക. വേറെ LHS = LHS എന്താ? a + b - c എന്താണെന്നുള്ളത് നമുക്കൊന്ന് കണ്ടുപിടിച്ച് നോക്കാം. a + b - c. ഓക്കെ, a എന്താന്നുള്ള മെട്രിക്സ് a എന്നുള്ളത് 1 2 -3 ആണ്. 5 0 2 ആണ്. 1 -1 1 ആണ്. പ്ലസ് b - c എന്ന് പറയുന്നത് നമുക്കിവിടെ പ്രൊഡക്റ്റ് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. എന്താണ്? 1 -1 2 -2 0 4 -1 3 1 2 0. ഓക്കെ, ഇനി ഇത് രണ്ട് പ്ലസ് ചെയ്ത് കഴിഞ്ഞാൽ കറസ്പോണ്ടിങ് എലമെൻറ്റ്സ് തമ്മിൽ പ്ലസ് ചെയ്ത് കഴിഞ്ഞാൽ 1 -1 എന്ന് പറഞ്ഞാൽ 0 വരും. 2 - 2 പറഞ്ഞാൽ 0 വരും. -3 + 0 പറഞ്ഞാൽ -3 തന്നെ വരും. ഓക്കെ, ഇനി അടുത്തത് 5 + 4 എന്ന് പറഞ്ഞാൽ 9 വരും. -1 വരും. 2 + 3 എന്ന് പറഞ്ഞാൽ 5 വരും. ഓക്കെ, അടുത്ത് 1 + 1 2 വരും. -1 + 2 പറഞ്ഞാൽ 1 വരും. 1 1 തന്നെ വരും. ഇതാണ് ഏത് കിട്ടിയത്? നമുക്ക് a + b - c എന്നുള്ളത് കിട്ടിയത്. ഇനി നമുക്ക് അടുത്ത ആളെ ഏതാ? വേർ RHS = RHS എന്താണ് ഇവിടെ? a + b - c ആണ്. ഓക്കെ, a + b എന്നുള്ള മെട്രിക്സ് നമുക്കിവിടെ വന്നത് 4 1 -1 9 2 7 3 -1 4 ആണ് നമുക്ക് a + b കിട്ടിയത്. -c എന്നുള്ളത് 4 1 2 0 3 2 1 -2 3. ഇതാണ് c വരുന്നത്. കറസ്പോണ്ടിങ് എലമെൻറ്റ്സ് തമ്മിൽ സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ 4 - 4 0 ആണ്. 1 - 1 0 ആണ്. -1 -3 പറഞ്ഞാൽ -2 പറഞ്ഞാൽ രണ്ടും കൂടി പ്ലസ് ചെയ്തിട്ട് -3 വരും. 9 തന്നെ വരും. 2 - 3 പറഞ്ഞാൽ -1 ആണ്. 7 - 2 എന്ന് പറഞ്ഞാൽ 5 ആണ്. 3 - 1 പറഞ്ഞാൽ 2 ആണ്. -1 -2 പറയുമ്പോൾ -1 + 2 എന്ന് വരും. -1 + 2 എന്ന് പറയുമ്പോൾ 1 വരും. 4 - 3 പറഞ്ഞാൽ 1 ആണ്. ഓക്കെ, ഇനി നമ്മൾ ആ LHSൻ്റെയും RHSൻ്റെയും ഒന്ന് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് രണ്ടും തമ്മിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടോ? പ്രത്യേകിച്ച് ഡിഫറൻസ് ഒന്നുമില്ല. ഒക്കെ ഓൾമോസ്റ്റ് എല്ലാം സെയിം ആണ്. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ഹിയർ LHS = hence LHS = RHS. hence proved. ക്ലിയർ ആണല്ലോ? വീഡിയോ പോസ് ചെയ്യുക, നോട്ട് ചെയ്യുക. ടെക്സ്റ്റ് ബുക്കിൽ എക്സസൈസ് 3.2 5th ക്വസ്റ്റ്യൻ. നമുക്കിവിടെ രണ്ട് മെട്രിക്സ് തന്നിട്ടുണ്ട് അല്ലേ. കണ്ടാൽ വലിയൊരു മെട്രിക്സ് ആണെങ്കിലും ഒന്ന് സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ ചെറിയ മെട്രിക്സ് ആണ്. a എന്നുള്ളൊരു മെട്രിക്സും b എന്നുള്ള മെട്രിക്സും. നമുക്ക് എന്താ കണ്ടുപിടിക്കാനുള്ളത്? 3a - 5b എന്താണെന്നുള്ളത് കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ a എന്നുള്ള മെട്രിക്സിൻ്റെ ഓർഡർ എന്താ വരുന്നത്? ഇവിടെ നമുക്ക് 1 2 3 3 റോസും 3 കോളംസും ഉണ്ട്. ഒരു 3/3 മെട്രിക്സ് ആണ്.
ബി എന്നുള്ള മെട്രിക്സും എന്ത് തന്നെയാണ് 1 2 3 3 റോസും 3 കോളംസും ഉണ്ട്. അതും എന്ത് തന്നെയാണ് ഒരു 3/3 മെട്രിക്സ് ആണ്, ഓർഡറുള്ള മെട്രിക്സ് ആണ്. അപ്പോൾ നമുക്ക് ആദ്യം 3A 5B എന്താണെന്നുള്ളത് കണ്ടുപിടിച്ചിട്ട് അതിനെ നമ്മൾ സബ്ട്രാക്ട് ചെയ്ത് ആൻസറിലേക്ക് എത്താം. ഓക്കെ, വാട്ട് ഈസ് 3A ഹിയർ? 3A ഈക്വൽ ടു 3 ഇൻറ്റു മെട്രിക്സ് എ ഈക്വൽ ടു എന്ന് പറഞ്ഞാൽ 2/3 1 5/3 1/3 2/3 4/3 ലാസ്റ്റ് റോ 7/3 2 2/3. ഇനി ഞാൻ ഇവിടെ നമുക്ക് സ്കേലാർ മൾട്ടിപ്ലിക്കേഷൻ ഓഫ് മെട്രിക്സ് ആണ് യൂസ് ചെയ്യേണ്ടത് അല്ലേ. 3 കൊണ്ട് എന്ത് ചെയ്യുക, ഈ മെട്രിക്സിലുള്ള ഓരോ എലിമെൻറ്റുമായിട്ടും മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 3 ഇൻറ്റു 2/3 എന്ന് പറഞ്ഞാൽ, അതായത് 3 ഇൻറ്റു 2/3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിനോമിനേറ്ററിൽ 3യും 3യും ക്യാൻസൽ ചെയ്ത് പോകും. അപ്പോൾ അവിടെ ആര് മാത്രമേ ഉണ്ടാവുള്ളൂ? 2 എന്നേ ഉണ്ടാവുള്ളൂ. 3 ഇൻറ്റു 1 എന്ന് പറഞ്ഞാൽ 3 ആവും. 3 ഇൻറ്റു 5/3 എന്ന് പറഞ്ഞാൽ 5 ആവും. 3 ഇൻറ്റു 1/3 പറഞ്ഞാൽ 1 ആണ്. 3 ഇൻറ്റു 2/3 പറഞ്ഞാൽ 2 ആണ്. 3 ഇൻറ്റു 4/3 4 ആണ്. 3 ഇൻറ്റു 7/3 പറഞ്ഞാൽ 7. 3 ഇൻറ്റു 2 എന്ന് പറഞ്ഞാൽ 6 ആണ്. 3 ഇൻറ്റു 2/3 2. ഇതാണ് നമ്മൾക്ക് കിട്ടിയ 3A എന്നുള്ള മെട്രിക്സ് വരുന്നത്. ഇനി നമ്മൾ വാട്ട് ഈസ് 5B അല്ലേ, അതല്ല നമുക്ക് കണ്ടുപിടിക്കാനുള്ള അടുത്തത് 5B. സിമിലർലി 5 ഇൻറ്റു മെട്രിക്സ് B ഹിയർ 2/5 3/5 1 1/5 2/5 4/5 and 7/5 6/5 2/5. ഓക്കെ, ഓരോ എലമെൻറ്റും നമ്മൾ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുക 5 ഇൻറ്റു 2/5 എന്ന് പറയുമ്പോൾ 5 ഇൻറ്റു 2/5. ഇതിൽ ഈ 5ഉം ഡിനോമിനേറ്ററിലെ 5ഉം ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവിടെ ആരേ ഉണ്ടാവുള്ളൂ? 2 ഉണ്ടാവുള്ളൂ. 5 ഇൻറ്റു 3/5 3 ഉണ്ടാവും. 5 ഇൻറ്റു 1 പറഞ്ഞാൽ 5 ആണ്. 5 ഇൻറ്റു 1/5 5 ഉണ്ടാവും. 5 ഇൻറ്റു 2/5 2 ഉണ്ടാവും. 5 ഇൻറ്റു 4/5 4 ഉണ്ടാവും. 5 ഇൻറ്റു 7/5 7 ഉണ്ടാവും. 5 ഇൻറ്റു 6/5 6 ഉണ്ടാവും. 5 ഇൻറ്റു 2/5 2 ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്ക് 5B എന്നുള്ളത് കിട്ടിയത്. ഇനി നമ്മളോട് ചോദിച്ചത് എന്താ? 3A മൈനസ് 5B എന്താണെന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യണം അല്ലേ. ഓക്കെ, അപ്പോൾ നമുക്ക് ചെയ്ത് നോക്കാം. വാട്ട് ഈസ് 3A മൈനസ് 5B? 3A മൈനസ് 5B ഈക്വൽ ടു 3Aയിൽ ആരൊക്കെയാണ് എലമെൻറ്റ്സ് ആരൊക്കെയുള്ളത്? 2 3 5 2 3 5 1 2 4 7 6 2 ആണ് 3Aയിലുള്ള ആളുകൾ. മൈനസ് ഓഫ് 5Bയിൽ ആരൊക്കെയുള്ളത്? 2 3 5 1 2 4 ആൻഡ് 7 6 2 അല്ലേ. ഇനി ഇത് തമ്മിൽ സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന മെട്രിക്സ് ഓൾമോസ്റ്റ് സെയിം എലമെൻറ്റ്സ് തന്നെയാണ് വരുന്നത് അല്ലേ കണ്ടിട്ട്. 2 - 2 എന്ന് പറഞ്ഞാൽ ഓരോ എലമെൻറ്റും കറസ്പോണ്ടിങ് അപ്പുറത്തെ മെട്രിക്സിലെ എലമെൻറ്റിനുമായിട്ട് എന്ത് ചെയ്യുക? മൈനസ് ചെയ്യുക. അപ്പോൾ 2 - 2 പറഞ്ഞാൽ 0, 3 - 3 0, 5 - 5 0, 1 - 1 0, 2 - 2 0, 4 - 4 0, 7 - 0. ഇത് ഒരു 0 മെട്രിക്സ് ആണ് നമുക്കിവിടെ കിട്ടുന്നത് അല്ലേ. അപ്പോൾ 3A മൈനസ് 5B ഈക്വൽ ടു 5B ഈക്വൽ ടു എന്താണ്? ഒരു 0 മെട്രിക്സ് ആണ്. ക്ലിയർ ആണല്ലോ? വീഡിയോ പോസ് ചെയ്യുക, നോട്ട് ചെയ്തെടുക്കുക കേട്ടോ. എക്സസൈസ് 3.2 6th ക്വസ്റ്റ്യൻ, സിംപ്ലിഫൈ. നമുക്ക് 2 മെട്രിക്സ് ഉണ്ട്, മൾട്ടിപ്ലിക്കേഷൻ ഉണ്ട്, ഫങ്ഷൻസ് ട്രിഗണോമെട്രിക് ഫങ്ഷൻസ് തന്നിട്ടുള്ള മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ആണ് നമുക്കിവിടെ ചെയ്യാനുള്ളത്. നോക്കാം. ഫസ്റ്റ് മെട്രിക്സ് എന്താണെന്നുള്ളത്? കോസ് തീറ്റ. കോസ് തീറ്റ ഇൻറ്റു ബ്രാക്കറ്റിൽ അതല്ലെങ്കിൽ മെട്രിക്സ് കോസ് തീറ്റ സൈൻ തീറ്റ മൈനസ് സൈൻ തീറ്റ കോസ് തീറ്റ എന്ന് പറഞ്ഞതിൻ്റെ മീനിങ് എന്താ? ഈ കോസ് തീറ്റയുമായിട്ട് ഓരോ ആളുകളെയും എന്ത് ചെയ്യണം? മൾട്ടിപ്ലൈ ചെയ്യണം അല്ലേ. അതല്ല ഇവിടെ മീനിങ്. അപ്പോൾ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഈക്വൽ ടു എന്ത് വരും? കോസ് തീറ്റ ഇൻറ്റു ഫസ്റ്റത്തെ കോസ് തീറ്റ എന്താവും? കോസ് സ്ക്വയർ തീറ്റ എന്താവും? കോസ് തീറ്റ ഇൻറ്റു സൈൻ തീറ്റ എന്താവും? അതിന് നമ്മൾ കോസ് തീറ്റ സൈൻ തീറ്റ എന്ന് എഴുതും. ഇനി കോസ് തീറ്റ ഇൻറ്റു മൈനസ് സൈൻ തീറ്റ എന്താ? മൈനസ് കോസ് തീറ്റ സൈൻ തീറ്റ എന്ന് വരും. മൈനസ് കോസ് തീറ്റ സൈൻ തീറ്റ എന്ന് വരും. കോസ് തീറ്റ ഇൻറ്റു കോസ് തീറ്റ കോസ് സ്ക്വയർ തീറ്റ. ഓക്കെ, പ്ലസിന് ശേഷം സൈൻ തീറ്റയുമായിട്ട് ആ മെട്രിക്സിലുള്ള ഓരോ എലിമെൻറ്റുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം അല്ലേ. അപ്പോൾ എന്താ വരിക? സൈൻ തീറ്റ ഫസ്റ്റിലുള്ള സൈൻ തീറ്റ എന്ത് വരും? സൈൻ സ്ക്വയർ തീറ്റ എന്ന് വരും. സൈൻ സ്ക്വയർ തീറ്റ സൈൻ തീറ്റ ഇൻറ്റു മൈനസ് കോസ് തീറ്റ മൈനസ് സൈൻ തീറ്റ കോസ് തീറ്റ എന്ന് വരും. ഓക്കെ, സൈൻ തീറ്റ കോസ് തീറ്റ സൈൻ തീറ്റ കോസ് തീറ്റ എന്ന് വരും. സൈൻ തീറ്റ കോസ് തീറ്റ. ഇനി സൈൻ തീറ്റ എന്ത് വരും? സൈൻ സ്ക്വയർ തീറ്റ വരും. ഇനി ഈ 2 മെട്രിക്സിനെ തമ്മിൽ ആഡ് ചെയ്യണം അല്ലേ.
അപ്പോൾ ആഡ് ചെയ്യുമ്പോൾ കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ ഫസ്റ്റത്തെ എലമെൻറ്റ് കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ എന്ന് വരും. രണ്ടാമത്തെ ആൾ കോസ് തീറ്റ സൈൻ തീറ്റ പ്ലസ് മൈനസ് കോസ് തീറ്റ സൈൻ തീറ്റ. ഓക്കെ, അപ്പോൾ കോസ് തീറ്റ സൈൻ തീറ്റ മൈനസ് ഇനി നമുക്ക് കോസ് തീറ്റ സൈൻ തീറ്റ എന്ന് എഴുതാം. ഓക്കെ, ഇനി സെക്കൻഡ് റോയിലുള്ള ഫസ്റ്റ് എലമെൻറ്റ് വരുന്നത് മൈനസ് സൈൻ കോസ് തീറ്റ സൈൻ തീറ്റ, അപ്പുറത്തും അത് തന്നെയാണ് വരുന്നത്. അപ്പോൾ മൈനസ് കോസ് തീറ്റ സൈൻ തീറ്റ പ്ലസ് സൈൻ തീറ്റ കോസ് തീറ്റ. കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ എന്ന് വരും. ഓക്കെ, ഇനി നമുക്കറിയാം കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ അതല്ലെങ്കിൽ സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ വാല്യൂ എന്താണ്? 1 ആണ് അല്ലേ. അപ്പോൾ നമുക്ക് മെട്രിക്സിനെ ഒന്നും കൂടി സിംപ്ലിഫൈ ചെയ്താൽ ഫസ്റ്റ് എലമെൻറ്റ് 1 എന്ന് വരും. ഈ കോസ് തീറ്റ സൈൻ തീറ്റ അതുപോലെ തന്നെ ഈ മൈനസ് കോസ് തീറ്റ സൈൻ തീറ്റ ക്യാൻസൽ ചെയ്ത് പോയി കഴിഞ്ഞാൽ അവിടെ 0 വരും. സെക്കൻഡ് റോയിൽ ഫസ്റ്റ് എലമെൻറ്റ് എന്ത് ചെയ്യും? ക്യാൻസൽ ചെയ്ത് പോകും, 0 വരും. സെക്കൻഡ് എലമെൻറ്റ് കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ എന്ന് പറഞ്ഞാൽ 1 ആണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഐഡൻറ്റിറ്റി മെട്രിക്സ് ആണ്, 2x2 ഐഡൻറ്റിറ്റി മെട്രിക്സ് ആണ് നമുക്ക് സിംപ്ലിഫൈഡ് ഫോം ആയിട്ട് ഇവിടെ വരുന്നത്. ക്ലിയർ ആണല്ലോ? വീഡിയോ പോസ് ചെയ്തിട്ട് നോട്ട് ചെയ്യാം. എക്സസൈസ് 3.2 7th ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ 2 സബ് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് അല്ലേ. നമുക്ക് എന്താ ഇതിൽ നിന്ന് കണ്ടുപിടിക്കാനുള്ളത്? ക്യാപിറ്റൽ എക്സ് ആൻഡ് വൈ. ഓക്കെ, ഈ എക്സ് വൈ എന്താണെന്നുള്ളത് കണ്ടുപിടിക്കണം. നമുക്ക് 2 സബ് ക്വസ്റ്റ്യനിൽ 2 എക്സ്പ്രഷൻസ് തന്നിട്ടുണ്ട്. ഒന്ന് എക്സ് പ്ലസ് വൈ ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു 2x2 ഓർഡറുള്ള ഒരു മെട്രിക്സ് തന്നിട്ടുണ്ട്. എക്സ് മൈനസ് വൈ ഈക്വൽ ടു ഒരു 2x2 ഓർഡറുള്ള ഒരു സ്ക്വയർ മെട്രിക്സ് തന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് സബ് ക്വസ്റ്റ്യൻ 1 ചെയ്ത് നോക്കാം. എന്താണ് ഇവിടെ തന്നുള്ളത്? എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 7 0 2 5 എന്നുള്ളൊരു മെട്രിക്സ് തന്നിട്ടുണ്ട്. എക്സ് മൈനസ് വൈ ഈക്വൽ ടു 3 0 0 3 എന്നുള്ളൊരു മെട്രിക്സ് തന്നിട്ടുണ്ട്. ഓക്കെ, ഈ 2 മെട്രിക്സ് നിന്ന് നമുക്ക് എക്സിൻ്റെ വൈൻ്റെ വാല്യൂസ് എന്തൊക്കെയാണെന്നുള്ളത് കണ്ടുപിടിക്കണം. ഇത് നമുക്ക് എങ്ങനെ കൺസിഡർ ചെയ്യാം? നമ്മൾ സാധാരണ എക്സ് വൈ 2 വേരിയബിൾസ് ഒക്കെ ഉള്ള 2 ഇക്വേഷൻസ് തന്നു കഴിഞ്ഞാൽ നമ്മൾ അതിൽ നിന്ന് എക്സും വൈയും എങ്ങനെ കണ്ടുപിടിക്കാറുള്ളത്? ഒന്നല്ലെങ്കിൽ ആ 2 ഇക്വേഷൻ എന്ത് ചെയ്യും? പ്ലസ് ചെയ്യും, അതല്ലെങ്കിൽ മൈനസ് ചെയ്യും, ഏതെങ്കിലും ഒരു കോമൺ ടേം എടുത്തിട്ട് അതിനെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് പ്ലസ് ചെയ്യും, എങ്ങനെയും ചെയ്യും. അപ്പോൾ അങ്ങനെ ചെയ്ത് വരുമ്പോൾ നമുക്കൊരു ടേം ക്യാൻസൽ ചെയ്ത് പോകില്ലേ. അപ്പോൾ ക്യാൻസൽ ചെയ്ത് ഒരു ടേം പോകുമ്പോൾ നമുക്ക് അവിടെ അൺനോൺ ആയിട്ട് ഒരേ ഒരു ടേം ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതേ മെത്തേഡിൽ നമുക്കിതിനെ ഒന്ന് ചെയ്തു നോക്കാം. ഓക്കെ, അപ്പോൾ എങ്ങനെ ചെയ്യാം? ഈ 2 എക്സ്പ്രഷൻ, ഇത് 2 സെപ്പറേറ്റ് എക്സ്പ്രഷൻസ് ആണല്ലേ. ഈ 2 എക്സ്പ്രഷനെ നമ്മൾ എന്ത് ചെയ്യുക? പ്ലസ് ചെയ്ത് നോക്കാം. അപ്പോൾ എന്താ വരിക? എക്സ് പ്ലസ് വൈ പ്ലസ് എക്സ് മൈനസ് വൈ ഈക്വൽ ടു എന്ത് വരും? എക്സ് പ്ലസ് വൈ എന്താണ് ഇവിടെ? 7025 ആണ്. പ്ലസ് എക്സ് മൈനസ് വൈ എന്താണ്? 3003 ആണ്. ഇവിടെ നോക്കുക, ഇതിൻ്റെ LHS നോക്കുക. എക്സ് പ്ലസ് വൈയും എക്സ് മൈനസ് വൈയും പ്ലസ് ചെയ്യുമ്പോൾ ഈ വൈയും ക്യാൻസൽ ചെയ്ത പോലെ ഒന്ന് പ്ലസ് ഒന്ന് മൈനസും ആണ്. എക്സ് പ്ലസ് എക്സിനെ നമുക്ക് എങ്ങനെ എഴുതാം? 2x എന്ന് എഴുതാം. RHSൽ ഇതിന് 2നും പ്ലസ് ചെയ്യുക. കറസ്പോണ്ടിങ് എലമെൻറ്റ്സ് സെയിം ഓർഡറുള്ള 2 മെട്രിക്സ് ആണ്. കറസ്പോണ്ടിങ് എലമെൻറ്റ്സിനെ നമ്മൾ എന്ത് ചെയ്യുക? പ്ലസ് ചെയ്യാം. 7 + 3 എന്ന് പറയുമ്പോൾ 10 ആണ് വരിക, 0 വരും. 2 + 0 2 എന്ന് വരും. 5 + 3 എന്ന് പറഞ്ഞാൽ 8 വരും. ഓക്കെ, അങ്ങനെയെങ്കിൽ എക്സ് എന്നുള്ളതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 1/2. ആ 2നെ ഞാൻ എന്ത് ചെയ്തു? ഈക്വൽ ടുവിൻ്റെ അപ്പുറം കൊണ്ടുപോയി, RHS റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞു. 10 0 2 8 എന്ന് വന്നു. ഓക്കെ, ഈക്വൽ ടു നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? എക്സ് ഈക്വൽ ടു ഈ 1/2 എന്ന് പറഞ്ഞാൽ 1/2 എന്നുള്ള നമ്പർ വെച്ചിട്ട് ആ മെട്രിക്സിലുള്ള ഓരോ എലിമെൻ്റായിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ നമുക്ക് എങ്ങനെ കിട്ടും? 10/2 എന്ന് വരും. 10/2 എന്ന് പറഞ്ഞാൽ 5 ആണ്. 0/2 0 ആണ്. 2/2 1 ആണ്. 8/2 എന്താണ്? 4 ആണ്. അപ്പോൾ ഇതാണ് നമുക്ക് എക്സിൻ്റെ വാല്യൂ കിട്ടുന്നത്. എക്സ് എന്നുള്ളത് ഈ ഒരു മെട്രിക്സ് ആണ്. ഇനി ഈ ഒരു മെട്രിക്സിനെ എക്സിൻ്റെ ഈ ഒരു വാല്യൂ നമ്മൾ ക്വസ്റ്റ്യനിൽ നമുക്ക് തന്ന എക്സ് പ്ലസ് വൈ ഈക്വൽ ടു എന്നുള്ള മെട്രിക്സിലേക്കോ എക്സ് മൈനസ് വൈ ഈക്വൽ ടു എന്നുള്ള ഏതെങ്കിലും ഒരു എക്സ്പ്രഷനിലേക്ക് നമുക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കറസ്പോണ്ടിങ് വൈ എന്താണെന്നുള്ളത് കിട്ടും. ഓക്കെ, അപ്പോൾ ഞാൻ ഇതിനെ എന്ത് ചെയ്തു? ഫസ്റ്റത്തെ എക്സ്പ്രഷൻ എക്സ് പ്ലസ് വൈ ഈക്വൽ ടു മെട്രിക്സ് 7 0 2 5 എന്നാണ് അല്ലേ. അതിൽ ഞാൻ എക്സിൻ്റെ പ്ലേസിൽ ആര് കൊടുത്തു? ഈ ഒരു മെട്രിക്സ് കൊടുത്തു. 5 0 1 4 പ്ലസ് വൈ ഈക്വൽ ടു എന്താണ് വരുന്നത്? 7 0 2 5 ആണ്. ഓക്കെ, ഇനി നമ്മൾ എന്താ ചെയ്യുക? വൈ കണ്ടുപിടിക്കാൻ വൈ ഈക്വൽ ടു ഞാൻ ഈ ഒരു മെട്രിക്സിനെ ഈക്വൽ ടുവിൻ്റെ അപ്പുറം കൊണ്ടുപോയി. അപ്പോൾ എന്താ ഉണ്ടാവുക? പ്ലസ് ഉള്ള മെട്രിക്സിനെ ഈക്വൽ ടുവിൻ്റെ അപ്പുറം കൊണ്ടുപോകുമ്പോൾ അതെന്തായി? മൈനസ് ആയിട്ട് മാറും. അപ്പോൾ 7 0 2 5 മൈനസ് എന്തായിട്ട് വരും?
5014 എന്നുള്ളൊരു മെട്രിക്സ് ആയിട്ട് വരും. ഈക്വൽ ടു എന്താ വരിക? അത് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ മൈനസ് 7 - 5 എന്ന് പറഞ്ഞാൽ കറസ്പോണ്ടിങ് എലമെന്റ്സ് സെയിം ഓർഡറിലുള്ള രണ്ട് മെട്രിക്സ് ആണ് അല്ലേ? കറസ്പോണ്ടിങ് എലമെന്റ്സ് തമ്മിൽ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 7 - 5 = 2 ആണ്. 0 വരും. 2 - 1 1 ആണ്. 5 - 4 1 ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഹിയർ y = എന്ത് വന്ന് 2 0 1 1 എന്ന് വന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് എക്സ് എന്നുള്ളൊരു മെട്രിക്സ് നമുക്കിവിടെ കിട്ടി, എക്സ് എന്നുള്ള മെട്രിക്സും കിട്ടി, ആൻഡ് വൈ എന്നുള്ളൊരു മെട്രിക്സും ഈ ഒരു മെത്തേഡിൽ ചെയ്തപ്പോൾ കണ്ടുപിടിച്ചു. ക്ലിയർ ആണല്ലോ? വീഡിയോ പോസ് ചെയ്തിട്ട് നോട്ട്. എക്സസൈസ് 3.2 7th ക്വസ്റ്റ്യനിൽ സബ് ക്വസ്റ്റ്യൻ 2 ആണ് നമുക്ക് ചെയ്യാനുള്ളത്. ഇവിടെ എന്താ കണ്ടുപിടിക്കാനുള്ളത്? എക്സിൻ്റെ വൈൻ്റെ വാല്യൂസ് ആണ് കണ്ടുപിടിക്കാനുള്ളത് അല്ലേ? നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ ഒരു എക്സ്പ്രഷൻ തന്നിട്ടുണ്ട്. 2x + 3y എന്നുള്ള ഒരു മെട്രിക്സ് 2/2 ഓർഡറുള്ള ഒരു മെട്രിക്സും 3x + 2y എന്നുള്ളത് വേറൊരു മെട്രിക്സും തന്നിട്ടുണ്ട്. അപ്പോൾ ഈ രണ്ട് എക്സ്പ്രഷനിൽ നമുക്ക് എന്ത് ചെയ്യണം? കറസ്പോണ്ടിങ് എക്സിൻ്റെ വൈൻ്റെ വാല്യൂസ് എന്താണെന്നുള്ളത് കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് ഒന്ന് സോൾവ് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്കിവിടെ തന്ന രണ്ട് എക്സ്പ്രഷൻസ് ആണ്. 2x + 3y = 2340 ആണ്. രണ്ടാമത്തത് 2y = 2 - 2 - 1 5. ഈ ഒരു എക്സ്പ്രഷൻ നമ്മൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എക്സിൻ്റെ വൈൻ്റെ വാല്യൂസ് നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ രണ്ട് എക്സ്പ്രഷനെ നമ്മൾ ഇക്വേഷനൊക്കെ സോൾവ് ചെയ്യുന്ന പോലെ ഒന്നല്ലെങ്കിൽ പ്ലസ് ചെയ്യുക, മൈനസ് ചെയ്യുക, അല്ലെങ്കിൽ ഏതെങ്കിലും കോമൺ ടേം ഒക്കെ ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എക്സോ വൈയോ ഏതെങ്കിലും ഒന്ന് ക്യാൻസൽ ചെയ്ത് പോകണം. പക്ഷെ ഇവിടെ ഒരു ഇതെന്താണെന്ന് വെച്ചാൽ 2x + 3y ആണ് ഒരു എക്സ്പ്രഷൻ, ആൻഡ് 3x + 2y ആണ് ഒരു എക്സ്പ്രഷൻ. ഇത് നമ്മൾ ഡയറക്റ്റ് പ്ലസ് ചെയ്താലോ മൈനസ് ചെയ്താലോ എന്തുണ്ടാവില്ല, നമുക്കൊരു ടേം ഇവിടെ ക്യാൻസൽ ചെയ്ത് പോകില്ല അല്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? നമ്മളിവിടെ ഈ ഫസ്റ്റ് ടേമിനെ ഞാൻ 3 ആയിട്ട് ഒന്ന് മൾട്ടിപ്ലൈ ചെയ്യാണ്, സെക്കൻഡ് ടേമിനെ ഞാൻ 2 ആയിട്ട് ഒന്ന് മൾട്ടിപ്ലൈ ചെയ്യാണ്. ഓക്കെ, ഫസ്റ്റ് ടേമിനെ ഞാൻ 3 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാണ്, സെക്കൻഡ് ടേമിന്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് എക്സ്പ്രഷൻ ഇതിനെ ഞാൻ എക്സ്പ്രഷൻ 1 എന്ന് കൊടുത്തു, ഇത് എക്സ്പ്രഷൻ 2 ആണ്. എക്സ്പ്രഷൻ 1നെ ഞാൻ 3 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ പോകണം. അപ്പോൾ എന്ത് വരും? 3 × 2x + 3y = ഇവിടെയും സ്കേലാർ മൾട്ടിപ്ലിക്കേഷൻ 3 × 2340 എന്ന് വന്നു. അപ്പോൾ എന്ത് വരും? 6x + 9y = 6 9 12 0. ഓക്കെ, ഇതാ ഇങ്ങനെ ഒരു എക്സ്പ്രഷനിലേക്ക് എത്തി. ഇനി രണ്ടാമത്തെ എക്സ്പ്രഷനെ ഞാൻ 2 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ പോകണം. ഓക്കെ, രണ്ടാമത്തെ എക്സ്പ്രഷൻ ഞാൻ 2 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്താ വരിക നോക്കാം. വിച്ച് ഈസ് ഇംപ്ലൈസ് 2 × 3x + 2y = 2 × 2 - 2 - 1 5. ഓക്കെ, അപ്പോൾ 6x + 4y = മെട്രിക്സ് എങ്ങനെ വരും? 4 - 4 - 2 10. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ പുതിയ രണ്ട് എക്സ്പ്രഷൻസ് ഫോമിലേക്ക് വന്നു. ഈ പുതിയ രണ്ട് എക്സ്പ്രഷൻസിനെ നമ്മൾ എന്ത് ചെയ്യാണ്? ഒന്ന് മൈനസ് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ ഇതിനെ ഞാൻ എ എന്ന് കൊടുത്തു പുതിയ എക്സ്പ്രഷൻ, സെക്കൻഡ് രണ്ടാമത്തെ സെറ്റിന് ഞാൻ ബി എന്ന് കൊടുത്തു. ഇനി എ മൈനസ് ബി ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരും? 6x + 9y - 6x - 4y എന്ന് വരും, = 6 9 12 0 മൈനസ് എന്ത് വരും? 4 - 4 - 2 10 = 6xും ഈ -6xും നമുക്ക് ക്യാൻസൽ ചെയ്തു. അപ്പോൾ ഇങ്ങനെ ഒരു ക്യാൻസലേഷൻ വരാനാണ് നമ്മൾ അവിടെ എന്ത് ചെയ്തത്? ഒരു സൈഡ് 3 ആയിട്ടും ഒരു സൈഡ് 2 ആയിട്ടും നമ്മൾ കോമൺ ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്ത്. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇവിടെ ബാലൻസ് 9y - 4y എന്ന് പറഞ്ഞാൽ എത്ര? 5y = ഇനി ഈ മെട്രിക്സ് തമ്മിൽ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ കറസ്പോണ്ടിങ് എലമെന്റ്സിന് എന്ത് ചെയ്യുക? മൈനസ് ചെയ്യുക. അപ്പോൾ 6 - 4 എന്ന് പറഞ്ഞാൽ 2 വരും. 9 - -4 എന്ന് പറഞ്ഞാൽ 9 + 4 ആണ്, 13 വരും. 12 - -2 എന്ന് പറയുമ്പോൾ 12 + 2 ആണ് വരിക, അപ്പോൾ 14 വരും. 0 - 10 എന്ന് പറയുമ്പോൾ -10 വരും. ഓക്കെ, അങ്ങനെയെങ്കിൽ വൈൻ്റെ വാല്യൂ എന്താ വരിക? 1/5. 5നെ ഞാൻ = അപ്പുറം കൊണ്ടുപോയി കഴിഞ്ഞാൽ 1/5 2 13 14 -10 എന്ന് വരും. ദാറ്റ് ഈസ് വിച്ച് ഈസ് ഈക്വൽ ടു എന്ത് വരും? ഫസ്റ്റത്തെ എലമെൻറ്റ്
2/5, 2/5, 13/5, 14/5, -10/5 എന്ന് പറഞ്ഞാൽ നമുക്ക് അതിന് -2 എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ വൈൻ്റെ വാല്യൂ എന്ത് കിട്ടി? പുതിയൊരു മെട്രിക്സ് കിട്ടി. ഇനി നമുക്ക് എക്സിൻ്റെ വാല്യൂ എങ്ങനെ കാണാം? എക്സിൻ്റെ വാല്യൂ കാണാൻ നമ്മൾ ഈ ഒരു എ എന്നുള്ളൊരു എക്സ്പ്രഷനിൽ കൊടുക്കും അല്ലേ. 6x + 9y, നമുക്കവിടെ എക്സ്പ്രഷൻ എന്താ കിട്ടിയുള്ളത്? 6x + 9y = 6, 9, 12, 0. 6, 9, 12, 0. ഇതിന് നമ്മൾ വൈൻ്റെ പ്ലേസിൽ മെട്രിക്സ് കൊടുക്കുകയാണ്. അപ്പോൾ എന്ത് വരും? 6x + 9 × 2/5, 13/5, 14/5 ആൻഡ് -2 = എന്ത് വരും? 6, 9, 12, 0 എന്ന് വരും. ഓക്കെ, ഇനി ഇതിനെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 9 ഈ മെട്രിക്സിൻ്റെ ഉള്ളിലിട്ട് മൾട്ടിപ്ലൈ ആണ്. അപ്പോൾ എന്ത് വരും? +18/5 വരും. 13 × 9 എന്ന് പറഞ്ഞാൽ 9 × 13 എന്ന് പറഞ്ഞാൽ 117/5 എന്ന് വരും. 14 × 9 എന്ന് പറഞ്ഞാൽ 126 -18 = ഇപ്പോൾ ഈ സൈഡിൽ ആരാ ഉള്ളത്? 6, 9, 12, 0. ഇനി നമ്മൾ എക്സ് കണ്ടുപിടിക്കാൻ 6x ഇവിടെ നിർത്തി, ഇവിടെയുള്ള മെട്രിക്സിനെ ഞാൻ =ൻ്റെ അപ്പുറം കൊണ്ടുപോയി. അപ്പോൾ പ്ലസ് എന്നുള്ള മെട്രിക്സ് =ൻ്റെ അപ്പുറം കൊണ്ടുപോകുമ്പോൾ എന്താവും? മൈനസ് എന്നാവും. -18/5, 117/5, 126/5, -18. 6x ഇതിൽ നിന്ന് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക? 6 - 18/5 എന്ന് പറയുമ്പോൾ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ വരുന്നത്. അപ്പോൾ നമുക്ക് ഒന്നും കൂടി അതിനെ എക്സ്പാൻഡ് ചെയ്ത് എഴുതുക. 6 - 18/5 വരും. 9 - 117/5 എന്ന് വരും. 12 - 126/5 എന്ന് വരും. 0 - -8, അപ്പോൾ 0 + 18. ഓക്കെ, ഇതിനെ നമ്മൾ ചെയ്യുമ്പോൾ 6x = ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. ഫസ്റ്റ് എലിമെൻറ്റ് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. 6 × 5 എത്ര? 30. 30 - 18/5 എന്ന് വരും. 45 - 117/5 എന്ന് വരും. 12 × 5 എന്ന് പറഞ്ഞാൽ 60 അല്ലേ? 60 - 126/5 എന്ന് വരും. ഇവിടെ 18 വരും. ഓക്കെ, 6x = ഇത് എന്താ വരിക? ഒന്ന് സിംപ്ലിഫൈ ചെയ്യാം. 30 - 18 എന്ന് പറഞ്ഞാൽ 12/5, 12/5 വരും. 45 - -72/5 എന്ന് വരും. 60 - 120, 18. ഇനി ഇവിടെ ഉള്ള ഈ 6x എക്സിനെ ഞാൻ മാത്രം നിർത്തിയിട്ട് 6നെ ഞാൻ =ൻ്റെ അപ്പുറം കൊണ്ടുപോയി. 6നെ ഞാൻ =ൻ്റെ അപ്പുറം കൊണ്ടുപോയി. അപ്പോൾ എന്താ വരും? 1/6 × 12/5 -72/5 -66/5 18 മാത്രമേ ഉള്ളൂ അല്ലേ? 18 മാത്രമേ ഉള്ളൂ. 18 വരും. ഇനി 1/6 ആയിട്ട് എന്ത് ചെയ്യുക? ഓരോ ആളുകളെയും മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫൈനൽ ആൻസർ എന്ത് വരും? x = 12/5 × 1/6 എന്ന് പറയുമ്പോൾ 12/5 × 1/6 ആണല്ലേ? അപ്പോൾ 6ഉം ഇതും 2 ആവും. ഓക്കെ, അപ്പോൾ 2/5 ആവും. മെട്രിക്സ് ഫസ്റ്റ് എലിമെൻറ്റ് 2/5 വരും. സെക്കൻഡ് എലിമെൻറ്റ് -12/5 വരും. -11/5 വരും. 3 വരും. ഓക്കെ, ഇതാണ് നമ്മളെ എക്സിൻ്റെ വാല്യൂ വരിക.